ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 സെറ്റ് ഓഫ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതിൽ ഒരു 3 വെറൈറ്റി പ്ലാന്റ്സ്, പിന്നെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നത് നമ്മളൊരു ചെറിയ ക്ലിയറൻസ് സെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് രണ്ട് വീഡിയോ ആക്കാതെ ഒരു വീഡിയോയിൽ തന്നെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ സക്കുലൻസും, സ്നേക്ക് പ്ലാന്റ്, ക്രിപ്റ്റാൻഡസ് അങ്ങനെയുള്ള 2-3 വെറൈറ്റീസ് ആണ്. പുതിയതായിട്ട് നമുക്ക് ഫിറ്റോണി, അതേപോലെ തന്നെ നമ്മുടെ ക്രീപ്പിംഗ് ഫിഗിന്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റ്സിന്റെ സൈസും റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പുതിയ സെറ്റ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു 2 പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഫിറ്റോണിയ പ്ലാന്റ്. അപ്പൊ ഫിറ്റോണിയയുടെ റെഡ് കളറാണ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. ഈ പോട്ട് ഫുള്ള് ഫില്ലായിട്ടുള്ള രീതിയിൽ നല്ല ബുഷി ആയിട്ടാണ് നിൽക്കുന്നത്. ഫിറ്റോണിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പൊ അതിൽ റെഡ് കളർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഷോട്ടൊന്നും നിങ്ങൾക്ക് കാണാം. നല്ലൊരു റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിറ്റോണിയ പ്ലാന്റിന് തന്നെ നെർവ് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് ഇതിന്റെ ഈ കളർ ഷെയ്ഡ് കാരണമാണ് കേട്ടോ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് പ്ലാന്റിന്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോട്ടോട് കൂടി ചേർത്തിട്ട് ഈ ഒരു സൈസിലാണ് വരുന്നത്. എല്ലാ പ്ലാന്റ്സും അതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് വേറൊരു പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ ചെറിയൊരു സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ലോ മെയിൻ്റെനൻസ് ആണ്. നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനെങ്കിലും എളുപ്പമാണ്. ഇതിന്റെ തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് മണ്ണിൽ ഊന്നിക്കൊടുക്കുക അല്ലെങ്കിൽ ചകിരിച്ചോറിൽ വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു വെറൈറ്റി കൂടെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈക്കസ് പുമില അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് എന്നുള്ള പ്ലാന്റ് പേരായിരിക്കും എല്ലാവർക്കും കുറച്ചും കൂടെ അറിയാവുന്നുള്ളത്. ആ പ്ലാന്റിന്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ കേർലി വെരിഗേറ്റഡ് ആണ്. നമുക്ക് ഈ ഫൈക്കസ് പുമില ഏകദേശം ഒരു 3-4 വെറൈറ്റിയോളം ഉണ്ട്. ഒന്ന് നോർമൽ ആയിട്ട് ഗ്രീൻ കളർ വരുന്നത്, ഒന്ന് വെരിഗേറ്റഡ് പ്ലാന്റ് അതിൽ വൈറ്റും ഗ്രീനും കളർ ലീഫ് വരുന്നത്. ഇത് കേർലി വെരിഗേറ്റഡ് ആണ്. ഇതിന്റെ ലീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെരിഗേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിന്റെ ലീഫ് ഒന്ന് കേൾ ചെയ്തിട്ട് ഒന്ന് ചുരുണ്ടിട്ടിരിക്കുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ നോർമൽ ഫൈക്കസ് പുമില അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് പോലെ മതിലിൽ പടർത്തുന്നതിനും കാട്ടി കുറച്ചും കൂടെ ഉചിതം നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. കാരണം ഇത് ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഇറങ്ങുന്ന കൊണ്ടിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താനാണ് കുറച്ചുകൂടെ ഭംഗി. പിന്നെ നമ്മൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു പ്ലാന്റ് പോലെ തന്നെ മതിലിലോ അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിലൊക്കെ നമുക്ക് ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെറേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ടെറേറിയത്തിന്റെ അകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടെയാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് വന്നിട്ട് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഈ പ്ലാന്റ് തന്നെ ഒരു പോട്ടും കൂടെ ചേർത്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുഷി ആയിട്ടിരിക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഒരു ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ അതിന്റെ ലീഫിന്റെ ആ ഒരു പാറ്റേൺ വന്നിട്ട് ഒന്ന് ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ വേറൊരു പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തിലും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇല്ല നിങ്ങൾക്ക് ഹാങ്ങിങ്ങിൽ ഒന്നും സെറ്റ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ഈ പ്ലാന്റ് വളർത്തിയാൽ മതി എന്നാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്തത് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും വെച്ച് വളർത്താവുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിന്റെ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് ഇൻഡോർ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കുറച്ച് ഔട്ട്ഡോർ അല്ലെങ്കിൽ സെമി ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഹോയ ഹാർട്ട് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് വാലന്റൈൻസ് ഡേക്ക് ആയിരുന്നു വരേണ്ടത് കേട്ടോ. എന്നാൽ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫ് വന്നിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇതൊരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. അപ്പൊ ഇതിൽ വൈറ്റും അതേപോലെ ഗ്രീനും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹാർട്ട് ഷേപ്പിലാണ്. അപ്പൊ നമുക്ക് സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ലൊരു വൈറ്റും ഗ്രീനും ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ ലീഫും ആ ഒരു ഇതാണ്. ഈ ഒരൊറ്റ ഇതായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെയാണ് കേട്ടോ ഇതില് ടാഗ് വന്നിരിക്കുന്നത്. ഹോയ ഹാർട്ട് സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്.
അപ്പം ഈ 3 പ്ലാന്റ്സ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ 3 പ്ലാന്റിൽ ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 210 രൂപയാണ് കേട്ടോ. അതാണ് ഞാൻ റേറ്റ് ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഫിറ്റോണി ആണെങ്കിലും അതേപോലെ തന്നെ ഈ ക്രീപ്പിംഗ് ഫിഗിന്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണെങ്കിലും ഹോയ ഹാർട്ട് വെരിഗേറ്റഡ് ആണെങ്കിലും നമുക്ക് റേറ്റ് വരുന്നത് 210 രൂപയാണ്. സെയിം റേറ്റ് ആണ് കേട്ടോ. അപ്പം പുതിയ പ്ലാന്റ്സ് അതാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് പഴയ പ്ലാന്റ്സ് കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. ആദ്യം പറയുന്നത് നമ്മുടെ ക്രിപ്റ്റാന്തസിന്റെ 2 വെറൈറ്റി ആണ് കേട്ടോ. റെഡ് സ്റ്റാർ എന്നും അതേപോലെ തന്നെ പിങ്ക് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 വെറൈറ്റി ആണ്. അപ്പൊ ഇത് നമ്മൾ 200 രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു 2 പീസ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. ലാസ്റ്റ് 2 പീസ് ആയതുകൊണ്ടിട്ടാണ് 180 രൂപ. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ല സിംഗിൾ പ്ലാന്റ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ ഏത് പ്ലാന്റിനാണെങ്കിലും റേറ്റ് വരുന്നത് 180 രൂപയാണ്. ഇതാണ് പ്ലാന്റിന്റെ ഒരു സൈസ് വരുന്നത്. ഇതിലൊരു ബേബി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കളർ. ഇത് കുറച്ചും കൂടെ നല്ല ലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ നല്ല റെഡ് കളറായിട്ട് മാറും കേട്ടോ. അപ്പൊ നമുക്കിവിടെ ലൈറ്റിന്റെ ചെറിയൊരു ഇതുണ്ടായതുകൊണ്ടാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് പോലെ കാണുന്നത്. ശരിക്കും ഇത് നല്ലൊരു റെഡ് കളർ പ്ലാന്റ് ആണ് കേട്ടോ. അതേപോലെ ഈ പിങ്കും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. നമുക്കിവിടെ ലൈറ്റിന്റെ ഒരു ഇതുണ്ടായതുകൊണ്ടാണ് ഇതിനൊരു കളർ ഡിഫറൻസ് വന്നത്. നിങ്ങൾ വാങ്ങിയിട്ട് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നിടത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ റേറ്റ് പറഞ്ഞല്ലോ 180 രൂപയാണ് വരുന്നത്. അടുത്തത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു 3 പീസ് ഉണ്ട് നമുക്ക് ബാക്കി. ഇതാണ് ഒരു പീസ്, ഒരു ഗ്രീനും യെല്ലോയും ആയിട്ട് വരുന്നത്. ഇതിൽ 2 കുഞ്ഞു ഷൂട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു 2 ബേബി പ്ലാന്റ്സ് കൂടെ വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്. രണ്ടാമത്തെ ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത്. അതേ സെയിം പ്ലാന്റിന്റെ തന്നെ ഒരു പ്ലാന്റ് കൂടെ ഉണ്ട്. അപ്പൊ ഇതിലും ബേബി പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 3 പ്ലാന്റ്. അപ്പൊ ഈ സ്നേക്ക് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സക്കുലൻസും കാക്ടസും ബാക്കിയുണ്ട്. മിക്കതും സിംഗിൾ പീസ് ആണേ ഉള്ളത്. ഇതാണ് ഒരു പ്ലാന്റ്. ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പീസൊന്നുമില്ല, എല്ലാം സിംഗിൾ പീസ് ആണ് ഉള്ളത്. ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ സ്റ്റോക്ക് വന്ന സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ കൂടെ കിട്ടിയില്ല കേട്ടോ. ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ മുള്ളുകൾക്കൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ പ്ലാന്റ് ഫസ്റ്റ് ടൈം ആണ് സ്റ്റോക്ക് എടുക്കുന്നത്. പക്ഷെ ഇത് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ ഇത് പ്ലാന്റ് ഏകദേശം വന്നതെല്ലാം തീർന്നു. ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളേ. അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ്. ഇത് ഒരു 3 പ്ലാന്റ് ബാക്കിയുണ്ട് കേട്ടോ. അടുത്തതായി ഈ ഒരു പ്ലാന്റ്. ഇതും നമുക്ക് നേരത്തെ വന്ന ആ പ്ലാന്റിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളേ. അടുത്ത് നമ്മുടെ ബ്രെയിൻ കാക്ടസിന്റെ ഒരു പ്ലാന്റ് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ്. അടുത്തത് ഈ ഒരു പ്ലാന്റ്. ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സീബ്ര സക്കുലന്റിന്റെ ഒരു 3 പീസ് ബാക്കിയുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള വൈറ്റും ഗ്രീനൊക്കെ വരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതൊരു 3 പീസ് ബാക്കിയുണ്ട്. അപ്പൊ ഇതില് ഞാൻ കാണിച്ച ഈ സ്നേക്ക് പ്ലാന്റോ സക്കുലന്റോ കാക്ടസോ ഏതെടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 170 രൂപ മാത്രമാണ് കേട്ടോ. ഇതിന് ഓരോന്നിനും പല റേറ്റ് ആയിരുന്നു. 200, 210 അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള പ്ലാന്റ്സ്, 250ന്റെ ഒക്കെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാത്തിനും റേറ്റ് വരുന്നത് 170 രൂപയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്കി ബാംബുവിന്റെ ഒരു 3 ലെയറിന്റെ ഒരു പ്ലാന്റ്. ഇതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വന്നപ്പോഴത്തേക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. 2 ലെയറിന്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ലെയറിൻ്റെത് വന്നപ്പോൾ ഏകദേശം ഒരു 2 days കൊണ്ട് തന്നെ നമുക്കത് അല്ലാതെ തന്നെ സെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു ലാസ്റ്റ് പീസ് ഈ ഒരു പ്ലാന്റ് മാത്രം നമുക്ക് ബാക്കിയുണ്ട്. നല്ല റൂട്ടൊക്കെ ആയിട്ട് ഉള്ള നല്ല ഗ്രീൻ കളറിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. 3 ലെയർ ആണ് കേട്ടോ. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. ഇത് ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളേ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണെങ്കിലും അല്ല നേരത്തെ നമ്മൾ ക്ലിയറൻസ് സെയിലിൽ കാണിച്ച പ്ലാൻസ് ആണെങ്കിലും വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് പറയുകയോ ചെയ്യുക. ഇതിലുള്ള പ്ലാൻസ് എല്ലാം നമ്മൾ കാണിച്ച പ്ലാൻസ് എല്ലാം ഫോട്ടോയോട് കൂടിയാണ് കേട്ടോ അയക്കുന്നത്. ഒന്നും പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല, എല്ലാം ഫോട്ടോയോട് കൂടി തന്നെയാണ് അയക്കുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം.